ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8:45 ആ ഒരു ടൈം. കാരണം ഇപ്പോൾ ക്ലാസ് ഇല്ല, എക്സാംസൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലല്ലോ, പഠിക്കാൻ മാത്രമേ എഴുന്നേൽക്കണം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചിക്ക് ഹോസ്പിറ്റലൊക്കെ പോകാനുണ്ട്, ഒന്ന് കൂടെ വരണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കരുതി എന്നാൽ പിന്നെ രാവിലത്തെ പഠിത്തം നമുക്ക് മാറ്റി രാത്രിത്തേക്കാക്കാം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ വേഗം എഴുന്നേറ്റ് ബെഡൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിടും. അത് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയൊരു ശീലമാണ്. അങ്ങനെ ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നേരെ പല്ല് തേക്കാൻ പോയി. എനിക്കാണെങ്കിൽ ഇങ്ങനെ വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് പല്ല് തേക്കണതൊന്നും ഇഷ്ടമല്ല. പുറത്തിറങ്ങി നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും അങ്ങനെ ഹോസ്റ്റലൊക്കെ ബാത്റൂമിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതേ ബ്ലാക്കിയുടെ ഫുഡ് കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. എന്നെ രാവിലെ കൊടുത്തതാണ്, എന്നാലും അങ്ങനെ തന്നെ കാണിക്കുള്ളൂ. പിന്നെ ഞാൻ പല്ല് തേച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഉമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും വേഗം പല്ലേക്ക് നമുക്ക് പോകണ്ടേ, ടൈമായി. കാരണം ഓൾറെഡി ലേറ്റായി, 9 മണിയൊക്കെ ആവാറായിരുന്നു. പിന്നെ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ ഞാൻ വേഗം പോയി ഫേസ് വാഷ് ചെയ്യാൻ വന്നത്. ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഫേസ് വാഷ് എടുത്ത് ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്തപ്പോഴാണ് കണ്ടത് ഒരു വലിയ കുരു വരാൻ തുടങ്ങി. തൊടുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അറിയുന്നത്. പിന്നെ നന്നായിട്ട് മസാജ്, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫേസ് മസാജ് ചെയ്യുന്നത് ഈ ഫേസ് വാഷ് ചെയ്യുന്ന ടൈമിലാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദറിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി പിമ്പിൾസൊക്കെ വന്ന് 2 ദിവസമായില്ലേ. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് റൂമിൽ നിന്ന് ഫേസ് വാഷ് ചെയ്യണം. കാരണം ഞാൻ ഓൾറെഡി വാഷ് ബേസിൻ്റെ അവിടെ നിന്നിട്ടാണ് ഫേസ് വാഷ് ചെയ്യലുള്ളത്. നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് പോയി കഴുകി. പിന്നെ തന്നെ പുതിയ ടൗലാണ് ഗൈസ്, നല്ല സോഫ്റ്റാണ്, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കളർ അടിപൊളിയായിരുന്നു. അതിന് ശേഷം ഞാൻ വേഗം മേലും മാത്രം കഴുകുകയുള്ളൂ. കാരണം തിരിച്ച് വരുമ്പോൾ നല്ല ടയർഡാവും, നല്ല ചൂടും ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് വന്നിട്ട് കുളിക്കാമെന്ന് കരുതി വേഗം മേലൊക്കെ കഴുകി ബോഡി ലോഷനും ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടാൽക്കം പൗഡർ ഇട്ടത്. ഞാൻ വലുതായിട്ട് ഒരുങ്ങിയില്ല, കാരണം ഹോസ്പിറ്റലൊക്കെ പോയല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ണു എഴുതിയോളൂ. ഇതാണ് ഔട്ട്ഫിറ്റ് വന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഷോൾ ഇഷ്ടമില്ല, പാൻറ്റ് ഇഷ്ടമില്ല. അതൊക്കെ എടുത്ത് മാറ്റി വേറെ പാൻറ്റും ഷോളൊക്കെ ആക്കി. പിന്നെ നേരെ നമ്മൾ അടുക്കളയിലേക്കാണ് പോയത്. അടുക്കളയിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ പോകണം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശീലമുണ്ട്. ഹോസ്റ്റലും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെയാണ്. ഞാൻ ആദ്യം ഡയറക്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് അല്ല കഴിക്കുന്നത്, അല്ലെങ്കിൽ ചായ അല്ല കുടിക്കുന്നത്, ഒരു തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കാറ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നേരെ ഓടിച്ചാടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതാ നല്ല വെട്ടമൊക്കെ അടിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ആ ടൈമിൽ എന്നെ കാണാൻ. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഉമ്മച്ചി ഇറങ്ങി. ഞങ്ങൾ നേരെ ESIയിലേക്ക് പോയി. നമുക്കപ്പോൾ കിട്ടിയത് 253ാമത്തെ ടോക്കൺ നമ്പർ ആയിരുന്നു. അപ്പോൾ അവിടെ 210 എന്തായിട്ടായുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നെയ്റോസ്റ്റും കാപ്പിയും കുടിച്ചു. ഞാൻ അത്യാവശ്യം നല്ല നെയ്റോസ്റ്റായിരുന്നു, ഭയങ്കര തിന്നായിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാപ്പി അതിനെക്കാട്ടി അടിപൊളിയായിരുന്നു. കാണാൻ ഒരു ബർക്കത്തില്ലെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, ചൂടും ഉണ്ടായിരുന്നു. സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചിയെ കാണിച്ച് ഞങ്ങൾ നേരെ വിശാൽ മാർട്ടിലേക്കാണ് പോയത്. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, ഐസുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല റേറ്റ് കുറവ്, എല്ലാ സാധനത്തിനും നല്ല റേറ്റ് കുറവുണ്ട്. എൻ്റെ ഷോർട്സ് വേറെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ വന്നതിനപ്പോൾ ആകെ ടയേർഡായി, ഫേസൊക്കെ ആകെ ഡള്ളായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ കഴുകി, മുടിയൊക്കെ ആകെ ചട പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പുറത്ത് പോയതല്ലേ. പിന്നെ ഞാൻ എണ്ണയൊക്കെ ഇട്ട് ചടയൊക്കെ കളഞ്ഞ് പിന്നെ കുളിക്കണമല്ലോ. അപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു. അപ്പോൾ ഞാൻ മുടിയൊക്കെ നല്ലപോലെ കെട്ടി വെച്ചിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. അടുക്കളയിൽ വന്നപ്പോൾ ഉമ്മച്ചി നല്ല കുക്കർ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊരിക്കാൻ ഉപയോഗിച്ച എണ്ണയാണ് നമ്മൾ മസാലയ്ക്ക് വഴറ്റാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ ഉപ്പിട്ടിട്ട് നല്ലപോലെ നമ്മൾ വഴറ്റി കൊടുക്കും. കാരണം വഴറ്റിനാലേ അത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ട് വഴറ്റുക. അത് നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരി ഇടുക. അപ്പോൾ അരി എത്ര എടുക്കണം അതിന് ഇരട്ടിയാണല്ലോ എടുക്കുന്നത്. പിന്നെ കുറച്ച് പൈനാപ്പിളും പിന്നെ നെയ്യും ഒക്കെ ഒഴിച്ച് മല്ലിയില ഒക്കെ ഇടും കേട്ടോ. അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഞാൻ എടുക്കാൻ മറന്നു അതിൻ്റെ വീഡിയോ. അങ്ങനെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒറ്റൊരു വിസിലാണ്. വിസിലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ നേരെ TV പോയിട്ട് ഫിലിം എടുത്ത് വെച്ചു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്ത് സിനിമ കണ്ടു കഴിക്കാമല്ലോ. വിസിലടിച്ചത് വാറാൻ വേണ്ടി വെച്ച് അത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല
അടിപൊളി ബിരിയാണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നോർമലി മറ്റ് ബിരിയാണിയെക്കാട്ടി കൂടുതൽ ഇഷ്ടം കുക്കർ ബിരിയാണിയാണ്. നല്ല ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റായിരിക്കും. അതിന് ഇതാണ് ഞാൻ ഐസുവിന് വേണ്ടി എടുത്ത ഡ്രസ്സ്. 2 നിക്കർ. അത് വീട്ടിലൊക്കെ ഇടുന്ന ടൈപ്പാണ്. ഇത് ഉമ്മച്ചി എടുത്തതാണ്. ഉമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞു. ഈ ഫ്രോക്ക് ഇതും ഉമ്മച്ചി തന്നെ എടുത്തത്. ഭയങ്കര റീസണബിൾ പ്രൈസിലാട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ എടുത്തതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കളറ് ഐസിട്ട് അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഒരു സമ്മർ വെയർ പോലത്തെ ഒരു നിക്കറും ഒരു ബനിയനും ആയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ റെഡിയായി നേരെ ഐസുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. കാക്കാണ് ഞങ്ങളെ കൊണ്ടാക്കുന്നത്. അങ്ങനെ നേരെ ഐസിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ അത് ഐസു ഭയങ്കര കലിപ്പ് പിടിച്ചിരിപ്പുണ്ട്. പിന്നെ അപ്പം തന്നെ അവളെ ഡ്രസ്സ് മാറ്റിച്ച് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയതാ. ഷാള് ചിരിക്കുന്നുണ്ടായിരുന്നില്ല. എത്ര കളിപ്പിച്ചിട്ടും വലിയ ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടാവും. പിന്നെ ചെറുതായിട്ടൊന്ന് ചിരിച്ച്. പിന്നെ എൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ വീട്ടിൽ മുയൽ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് ഇവിടെ ആയിരിക്കണേന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയതാണ്. പക്ഷേ ഇത് മുയലല്ല, ഞാൻ കണ്ടിട്ട് എലി പോലെ ഇരിക്കുന്നു. മുയലാണോ എലിയാണോ എന്ന് എനിക്കറിയുമ്പോൾ ഇതെനിക്കത്തെ സത്യം പറഞ്ഞ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അതിന് ക്യാരറ്റൊക്കെ കൊടുത്തുകൊണ്ട് കൊണ്ടിരുന്നു. അതിനിപ്പോൾ മൂത്തുമ്മ എന്നല്ല, ഞാൻ ഉമ്മീന്നാണ് മൂത്തുമ്മാനെ വിളിക്കുന്നത്. അങ്ങനെ ഉമ്മി ചായയും മിച്ചറൊക്കെ തന്നു. എൻ്റെ ഐസുവിൻ്റെ കളിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തും ഉമ്മി പറഞ്ഞു എന്നാൽ ബാക്കി ചെണ്ണി ഞാൻ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോകും, അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ഐസുവിനെ നോക്കുമ്പോൾ ഐസ് ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഉമ്മി ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ആ പൊടിയിലേക്ക് ഇട്ട് അത് പൊരിക്കാൻ വേണ്ടി വെക്കുവാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ KFC നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും പാട്ടുകാരൻ ഹിഷാമക്ക റിച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേന്ന്. അപ്പോൾ അതിന് അവനെ കാണാനും ഗിഫ്റ്റ് കൊടുക്കാനും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളും ഇറങ്ങാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.